രക്ഷാപ്രവർത്തനത്തിന് ചെലവായ തുക ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് കത്തയച്ചു. ആ, ഈ കത്ത് ഇന്നലെ പുറത്തു വന്നിരുന്നു. എയർലിഫ്റ്റിന് ചെലവായ 132 കോടി രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം കത്തിൽ വ്യക്തമാക്കുന്നത്. 2019 മുതൽ 2024 വരെ വിവിധ മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിന് ചെലവായ തുക നൽകണമെന്ന കത്ത് കേരളത്തിനുണ്ടാക്കിയ സമ്മർദ്ദം ചില്ലറയല്ല. ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഷബീദ്, ഗവൺമെൻറ് കേന്ദ്ര സർക്കാർ വളരെ വാശിയോടെ തന്നെ നീങ്ങുന്നുവെന്ന സൂചനയാണല്ലോ ഇത്. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ദുരന്ത സമയത്ത് ആളുകളെ എയർലിഫ്റ്റ് ചെയ്തതിൻ്റെ പൈസ മടക്കി അടയ്ക്കണം എന്നൊക്കെ പറയുന്ന കുറിച്ച് കടന്ന കൈയാണ്. എസ് കടന്ന കൈയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഈ കുടുങ്ങിക്കിടന്നവരെ എയർലിഫ്റ്റ് ചെയ്യുന്ന, വ്യോമസേന എയർലിഫ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ട് അഭിമാനം കൊണ്ട മലയാളികളാണ്. ആ മലയാളികളോടാണ് ഈ ദുരന്ത മുഖത്തെ സേവനത്തിനുള്ള പണം അതിപ്പോൾ തിരികെ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല, പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള എയർലിഫ്റ്റ് സേവനത്തിന് 132 ലക്ഷം രൂപ കേരളം തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. 2019 രണ്ടാം പ്രളയം മുതൽ വയനാട് ദുരന്ത സമയത്ത് വരെ ദുരന്തബാധിതരെ എയർലിഫ്റ്റ് ചെയ്തതിനാണ് കേന്ദ്രം ഇപ്പോൾ ഈ തുക ആവശ്യപ്പെട്ടിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തുക തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട ചീഫ് സെക്രട്ടറിക്ക് എയർ വൈസ് മാർഷൽ നൽകിയ കത്ത് ഇന്നലെ പുറത്തു വന്നിരുന്നു. മാത്രവുമല്ല, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഓരോ ദിവസത്തെയും കണക്കുകൾ കൃത്യമായി എണ്ണി പറയുന്നുണ്ട്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ആദ്യ ദിനമായ ഓഗസ്റ്റ് 30 മാത്രം ചെലവായ തുക, ചെലവിനത്തിൽ വ്യോമസേന കണക്കാക്കുന്ന തുക 8,91,23,500 രൂപയാണ്. ഇത്തരത്തിൽ വിവിധ ദിവസങ്ങളിലായി വയനാട്ടിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ആകെ നൽകേണ്ടത് 69,65,46,417 രൂപയാണ്. വയനാട് കൊണ്ട് മാത്രം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തീരുന്നില്ല. 2019 പ്രളയത്തിലും തുടർന്ന് മറ്റു കാര്യങ്ങൾക്ക്, മറ്റു ദുരന്തബാധിതവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളുടെയും തുക തിരിച്ചടയ്ക്കണമെന്നുള്ള ആവശ്യം പറയുന്നുണ്ട്. കേന്ദ്രത്തിന്റെ കണക്ക് പ്രകാരം മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 132 ലക്ഷം രൂപയാണ് തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓൾറെഡി ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൻ്റെ സഹായവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ദുരന്ത പുനരധിവാസ നിധിയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം അത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ നടക്കുകയാണ്. അത് കോടതി കയറി പലതരത്തിലുള്ള നിയമമാനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനിടെയാണ് കേരളത്തിന് വീണ്ടും ഒരു സമ്മർദ്ദം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അംഗീകരിക്കാൻ കഴിയാത്ത നീക്കം, അതല്ലെങ്കിൽ കേരളത്തോട് കാണിക്കുന്ന ഒറ്റപ്പെട്ട സമീപനം, അതല്ലെങ്കിൽ കേരളത്തോട് മറ്റൊരു തരത്തിലുള്ള നയം കേന്ദ്രം കാണിക്കുന്നു എന്നുള്ള ആക്ഷേപം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിലടക്കം സംസ്ഥാനം മറുപടി നൽകുമോ, ഇതിൽ കേന്ദ്രത്തെ ഏത് തരത്തിലേക്കുള്ള വിയോജിപ്പ് അറിയിക്കും, രാഷ്ട്രീയപരമായിട്ടുള്ള വാശി തീർക്കലാണോ ഇത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇന്നുണ്ടാകും. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നടത്തുന്ന തുടർ നീക്കങ്ങളും നിർണായകമായി മാറും. എസ് കെ.